Hello everyone. Today we are going to start a new session on Business Information System. So, Business Information സിസ്റ്റത്തിലെ ഫസ്റ്റ് മൊഡ്യൂള് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തെ പറ്റിയാണ്. നമുക്കതിൻ്റെ സ്റ്റാർട്ടിങ് നോക്കാം. ഇതിൽ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് ഡാറ്റ എന്താണ്, ഇൻഫർമേഷൻ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡാറ്റ, ഇൻഫർമേഷൻ ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ദെൻ ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡാറ്റ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഡാറ്റം വിച്ച് മീൻസ് ഫാക്റ്റ്. ഡാറ്റ എന്നുള്ള വാക്ക് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേർഡായ ഡാറ്റം എന്ന വേർഡിൽ നിന്നാണ്. ഡാറ്റം എന്ന് വെച്ചാൽ ഫാക്റ്റ് എന്നാണ് മീനിങ്. ഫാക്റ്റ് മീൻസ് വാട്ട്? വസ്തുത, അതല്ലെങ്കിൽ ട്രൂ ആയിട്ടുള്ള ഒരു കാര്യം, അതൊക്കെയാണ് ഫാക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Data is any information in raw or organized form using alphabets, numbers or symbols that refers to or represents preferences, ideas, objects, traits or categories, etc. Data എന്ന് പറഞ്ഞാൽ റോ ഫോമാറ്റിലുള്ള ഇൻഫർമേഷനാണ്. അതായത് ആൽഫബറ്റ്സ് ആകാം, സിമ്പിൾ ആകാം, നമ്പേഴ്സ് ആകാം, എന്ത് വേണേലാകാം. അത് കാണിക്കുന്നത്, സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ വല്ല ഒബ്ജക്ട്സിനെ ആയിരിക്കാം, വ്യക്തികളെ ആയിരിക്കാം, അതല്ലെങ്കിൽ വല്ല ക്വാളിറ്റീസിനെ ആയിരിക്കാം, ഐഡിയാസിനെ ആയിരിക്കാം. ഡാറ്റ മീൻസ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആൻഡ് ഹാവ് നോ കോണ്ടെക്സ്റ്റ് ഓർ പേർപ്പസ്ഫുൾ മീനിങ്. ഡാറ്റ എന്ന് പറയുമ്പോൾ റോ ആയിട്ടുള്ള ഫാക്റ്റും ഫിഗേഴ്സുമാണ്. നമുക്ക് കുറച്ച് വാക്കുകൾ, കുറച്ച് നമ്പേഴ്സ്, സിമ്പിൾസ് ഒക്കെ തരികയാണ്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഒരു മീനിങ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ സാധിക്കില്ല. ഇതിനെയാണ് ഇപ്പോൾ ഡാറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടേമാണ് ഇൻഫോർമേഷൻ. പ്രോസസ്ഡ് ഡാറ്റ ഈസ് കോൾഡ് ഇൻഫർമേഷൻ. നമ്മൾ നേരത്തെ ഡാറ്റ എന്താണെന്ന് പറഞ്ഞു. ഈ ഡാറ്റയെ പ്രോസസ്സ് ചെയ്താൽ കിട്ടുന്നതാണ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഡാറ്റ ദാറ്റ് കളക്റ്റീവ്ലി ക്യാരീസ് എ ലോജിക്കൽ മീനിങ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഡാറ്റ ചേർന്നതാണ് എന്ത്? ഇൻഫർമേഷൻ. അതിന് കൺവേ ചെയ്യാൻ ഒരു മീനിങ്ങും ഉണ്ടായിരിക്കും. ഇൻഫർമേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഡാറ്റ. ഡാറ്റ എന്താണോ നമ്മൾ നൽകുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്തുണ്ടാവുക? ഇൻഫർമേഷൻ ഉണ്ടാവുക. ഇനി ഒരു ഡെഫിനേഷൻ നോക്കാം പീറ്റർ എഫ് ഡ്രക്കറുടെ. Information is data endowed with relevance and purpose. Converting data into information requires knowledge. Information എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റ എൻഡോവ്ഡ് വിത്ത് റെലവൻസ് ആൻഡ് പേർപ്പസ്. ഡാറ്റ തന്നെയാണ്, പക്ഷെ അതിനൊരു പേർപ്പസ് ഉണ്ടായിരിക്കും, ഉദ്ദേശം ഉണ്ടായിരിക്കും, അതിന് അതിൻ്റേതായ പ്രാധാന്യം ഉണ്ടായിരിക്കും. പിന്നെ ഡാറ്റയെ കൺവേർട്ട് ചെയ്യണം, നമ്മൾ ഇൻഫോർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിനെന്താവശ്യമാണ്? നോളജ് ആവശ്യമാണ്. ഇനി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ജോൺ റെഡ് കാർ, ഇങ്ങനെ 3 ടേംസ് നിങ്ങൾക്ക് തരികയാണ്, 3 വാക്കുകൾ നിങ്ങൾക്ക് തരികയാണ്. ജോൺ റെഡ് കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കാനുള്ളതില്ല. അതായത് അത് ഒരു മീനിങ് കൺവേ ചെയ്യുന്നില്ല അവിടെ. ജസ്റ്റ് വേർഡ്സ് ആണ്. ജോൺ എന്നുള്ളത് എന്താണ്? ഒരു വ്യക്തിയുടെ പേരാണ്. റെഡ് എന്നുള്ളത് ഒരു കളറാണ്. കാർ എന്നുള്ളത് ഒരു ഒബ്ജക്റ്റാണ്. അത്രയേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഡാറ്റ. ഇനി നമ്മൾ ഇതിനെ ഒരു സെൻറ്റൻസ് ആക്കി. ജോൺ പർച്ചേസ്ഡ് എ റെഡ് കാർ. അപ്പോൾ അതെന്തായി? അതൊരു സെൻറ്റൻസായി. അത് ഒരു ഇൻഫർമേഷനാണ്. ജോൺ ഒരു റെഡ് കളറുള്ള കാറ് പർച്ചേസ് ചെയ്തു, വാങ്ങിച്ചു എന്നുള്ളത് എന്താണ്? ഒരു ഇൻഫർമേഷനാണ്. ദാറ്റ് ഈസ് നോട്ട് ഡാറ്റ, ദാറ്റ് ഈസ് പ്രോസസ്ഡ് ഡാറ്റ. ഡാറ്റ പ്രോസസ്സ് ചെയ്തതാണ് ഇൻഫർമേഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അതൊരു മീനിങ് കൺവേ ചെയ്യുന്നുണ്ട്. ജോൺ ഒരു കാറ് വാങ്ങി, റെഡ് കളറുള്ള കാറ് വാങ്ങി എന്നുള്ളത്. മറ്റേത് നേരത്തെ എന്തായിരുന്നു? ജസ്റ്റ് കുറച്ച് വേർഡ്സ് മാത്രമായിരുന്നു. അതിൽ നിന്ന് ഒരു മീനിങ്ങും മനസ്സിലാക്കാനുണ്ടായിരുന്നില്ല. Now I hope it's clear for you. Now we will study the difference between the data and information. First of all, data is raw facts and figures unprocessed. Data എന്ന് പറയുന്നത് എന്താണ്? raw facts and figures ആണ്. അത് പ്രോസസ്സ് ചെയ്തതല്ല. എന്നാൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നതോ? ഇറ്റ് ഈസ് ദ പ്രോസസ്ഡ് ഡാറ്റ. ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ് എന്ത്? ഇൻഫർമേഷൻ. ദെൻ ഡാറ്റ ഈസ് സംടൈംസ് അൺറിലേറ്റഡ് ടു വൺ അനദർ. ഡാറ്റ എന്ന് പറയുമ്പോൾ അത് കുറേ കണക്കും കാര്യങ്ങളും ആണെന്ന് പറഞ്ഞു. അത് പരസ്പരം റിലേറ്റഡ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ നേരത്തെ ജോൺ കാർ റെഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ അത് തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് വെറുതെ വേർഡ്സ് തന്നാൽ നമുക്ക് അറിയില്ല എന്താണ് അത് തമ്മിലുള്ള ബന്ധമെന്ന്. ബട്ട് ഇൻഫർമേഷൻ ആകുമ്പോൾ എന്താ? അത് തമ്മിൽ, ആ വേർഡ്സ് തമ്മിൽ ഒരു ലോജിക്കൽ കണക്ഷൻ ഉണ്ട്. ജോൺ പർച്ചേസ്ഡ് എ റെഡ് കാർ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കണക്ഷനാണ്. ജോൺ ഒരു കാർ വാങ്ങി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ചിലപ്പോൾ റിലേറ്റഡ് ആയിരിക്കണം എന്നില്ല. പക്ഷേ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് ലോജിക്കലായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരിക്കും.
ദെൻ ഡാറ്റ മേ ഓർ മെ നോട്ട് ബി മീനിങ് ഫുൾ. ഡാറ്റ എന്നുള്ളത് ചിലപ്പോൾ ഒരു മീനിങ് തരാം, അതല്ലെങ്കിൽ മിക്കവാറും എന്താണ് മീനിങ്ലെസ് ആയിരിക്കും. ഇനി ഇൻഫർമേഷൻ ഈസ് ഓൾവേസ് മീനിങ് ഫുൾ. ഇറ്റ് ഓൾവേസ് പ്രൊവൈഡ് സം സോർട്ട് ഓഫ് മെസ്സേജ്. ദെൻ data cannot be directly used in decision making, whereas information is always used in decision making process. ഡാറ്റ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു തീരുമാനം എടുക്കാൻ, ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി യൂസ്ഫുൾ ആയിരിക്കില്ല അത്. കാരണം അതിന് പ്രത്യേകിച്ച് ഒരു മീനിങ് ഒന്നും കൺവേ ചെയ്യാനില്ല. ബട്ട് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താ, എപ്പോഴും നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. ദെൻ ഡാറ്റ ഹാസ് നോ വാല്യൂ വെറാസ് ഇൻഫർമേഷൻ ഹാസ് റിയൽ ഓർ പെർസീവ്ഡ് വാല്യൂ. ഡാറ്റ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് മീനിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിനൊരു വാല്യൂ ഇല്ല. ബട്ട് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള വാല്യൂവും റെലവൻസും എല്ലാം ഉണ്ടായിരിക്കും. ഡാറ്റ എന്ന് പറയുമ്പോൾ അൺഓർഗനൈസ്ഡ് ഫോർമാറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. അത് കറക്റ്റ് ഓർഗനൈസ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. അത് കുറേ വാക്കുകൾ, കുറേ സിമ്പിൾസ്, ആൽഫബറ്റ്സ് അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ ഇൻഫർമേഷൻ എന്താ, നമ്മൾ പ്രോസസ്സ് ചെയ്ത കാര്യമാണ് ഇൻഫർമേഷൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും അതിന് ഉണ്ടായിരിക്കുക. ദെൻ ഡാറ്റ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഒരു ലാംഗ്വേജ് ആണ്. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. എന്ത്, ഡാറ്റ ഇൻപുട്ടായിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് ഡാറ്റയാണ്. ഇനി ഇതിനെ പ്രോസസ്സ് ചെയ്തിട്ട് കിട്ടുമ്പോഴാണ് നമുക്കത് ഇൻഫർമേഷനായിട്ട് മാറുന്നത്. സോ ഇൻഫർമേഷൻ ഈസ് അവർ ട്രാൻസ്ലേഷൻ ഓഫ് ദിസ് ലാംഗ്വേജ്. അതായത് ഡാറ്റയെ മാറ്റി ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ഇൻഫർമേഷൻ രൂപത്തിലായി കിട്ടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, അക്യുറസി. ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അത് അക്യുറേറ്റ് ആയിരിക്കും, അതായത് അത് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, റോ ആയിട്ടുള്ള ഡാറ്റ എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കണോ വേണ്ടോ എന്ന് അറിയണ്ടാവില്ല. പക്ഷേ അത് പ്രോസസ്സ് ചെയ്ത് ഇൻഫർമേഷനായി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അക്യുറേറ്റ് ആണ് എന്ന് പറയാൻ സാധിക്കും. അതായത് അതിൽ തന്നിട്ടുള്ളത് കറക്റ്റ് ആയിട്ടുള്ളതാണ് എന്നുള്ളത്. ദെൻ യൂസേഴ്സ് ഗെറ്റ് ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് ദെയർ റിക്വയർമെൻറ്റ്സ്. യൂസേഴ്സിന് ഇൻഫർമേഷൻ കിട്ടുക എങ്ങനെയാണ്, അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിക്ക്, ആ ഒരു ഫോർമാറ്റിലായിരിക്കും അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. ദെൻ കംപ്ലീറ്റ്നെസ്. ഡാറ്റ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് അല്ല, അത് കുറേ വാക്കുകൾ അൺഓർഡേർഡ് ആയിട്ടുള്ള, അതായത് ഒരു ഓർഡർ ഇല്ലാതെ കിടക്കുകയായിരിക്കും ഡാറ്റയിൽ. പക്ഷേ ഇൻഫർമേഷൻ ആകുമ്പോൾ അതെന്താണ്, അതിനൊരു കംപ്ലീറ്റ്നെസ് ഉണ്ടായിരിക്കും. എന്ത് കാര്യം പറയുകയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യം കൺവേ ചെയ്യുകയാണെങ്കിലും അത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിരിക്കും. ദെൻ ടൈംലിനെസ്. ടൈംലിനെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, കറക്റ്റ് ടൈമിൽ നമുക്ക് എപ്പോഴാണോ ആവശ്യം ആ ആവശ്യമുള്ള ടൈമിൽ നമുക്ക് ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. ദെൻ റെലവൻസ്. റെലവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എന്നൊക്കെ നമ്മൾ പറയും. ഇൻഫർമേഷൻ ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടായിരിക്കും. സോ എന്തെങ്കിലും ഒരു മീനിങ് കൺവേ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ റിലയബിലിറ്റി. നമ്മൾ പറഞ്ഞു ഇത് അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സോ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നത്, റിലയബിൾ ആണ്, വിശ്വസിക്കാൻ പറ്റുന്ന ഡാറ്റ അല്ലെങ്കിൽ ആയിരിക്കും ഈ ഇൻഫർമേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ. മെയിനായിട്ട് 3 തരത്തിലാണ് ഇൻഫർമേഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് സ്ട്രാറ്റജിക് ഇൻഫർമേഷൻ. സ്ട്രാറ്റജിക് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്ന ഇൻഫർമേഷനാണ് സ്ട്രാറ്റജിക് ഇൻഫർമേഷൻ. അതായത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ, അതിലെ ഇൻഫർമേഷൻ, അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ആയിരിക്കും അതെന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ ബേസിക് ആയിട്ടുള്ള പോളിസീസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്, ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി, അതുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ സ്ട്രാറ്റജിക് ഇൻഫർമേഷൻ. സ്ട്രാറ്റജിക് എന്ന് പറയുമ്പോൾ തന്നെ അത്രയും റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിൽ വരുന്നുണ്ടായിരിക്കുക. ദെൻ ലോങ് ടേം പേർപ്പസിന് വേണ്ടിയിട്ടാണത് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ടാക്റ്റിക്കൽ ഇൻഫർമേഷൻ. ഇതെന്താണ്, മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഒരു ഫേമിൻ്റെ റിസോഴ്സസ് എല്ലാം, അത് എന്തോ ആയിക്കോട്ടെ, മെൻ, മണി, മെറ്റീരിയൽ, മെഷീനറി, ഇങ്ങനെ എന്ത് റിസോഴ്സസ് ആണെന്നുണ്ടെങ്കിലും അതെല്ലാം ഇഫക്റ്റീവായ രീതിയിൽ യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ടാക്റ്റിക്കൽ ഇൻഫർമേഷൻ എന്നുള്ളത്. ഇറ്റ് ഹെൽപ്സ് ടു ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രൊഡക്റ്റ് ഇൻ ടു ദ മാർക്കറ്റ്. ഒരു പുതിയ പ്രൊഡക്റ്റ് ഇന്നോവേറ്റീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനെല്ലാം ഇത് സഹായിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫർമേഷൻ മിഡിൽ ലെവലിലുള്ള ആൾക്കാരായിരിക്കും കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ഓപ്പറേഷണൽ ഇൻഫർമേഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ബോട്ടം ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും
ലോവർ ലെവലിലുള്ള മാനേജ്മെൻറ്റുകാർ യൂസ് ചെയ്യുന്നതാണ് ഇത്. ഓപ്പറേഷണൽ എന്ന് പറയുമ്പോൾ തന്നെ എന്താ, അവിടുത്തെ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിനെ സഹായിക്കുന്ന ഇൻഫർമേഷൻ ആയിരിക്കും ഇത്. അപ്പോൾ ഇത് ഷോർട്ട് ടേം പേർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ്. ഇറ്റ് ഡീൽസ് വിത്ത് ദ ഇൻറ്റേർണൽ ഇൻഫർമേഷൻ സിസ്റ്റം ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള, അതായത് ഉള്ളിലുള്ള ഇൻഫർമേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാണ് ഇത് ഈ ഓപ്പറേഷണൽ ഇൻഫർമേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 ടൈപ്സ് ആണുള്ളത്: സ്ട്രാറ്റജിക് ഇൻഫർമേഷൻ, ടാക്ടിക്കൽ ഇൻഫർമേഷൻ ആൻഡ് ഓപ്പറേഷണൽ ഇൻഫർമേഷൻ. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡാറ്റ എന്താണെന്ന് പറഞ്ഞു. ഡാറ്റ മീൻസ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. വെൻ ഇറ്റ് ഈസ് പ്രോസസ്ഡ് ഇറ്റ് ബിക്കംസ് വാട്ട്? ഇൻഫർമേഷൻ. നെക്സ്റ്റ് ഇൻഫർമേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിരുന്നു. ദെൻ types of information, strategic information, tactical information and operational information. Thank you.